വടയാപ്പറമ്പ് ഇടവകക്കാർ മെത്രാനും ഇടവക വികാരിക്കും കൊടുത്ത 8ന്റെ പണി കാണുക. ഒരു വശത്ത് യാക്കോബായ സുറിയാനി സഭ നിലനിൽപ്പിനായുള്ള ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ ഈ സഭയുടെ സിംഹാസന പള്ളികളുടെ കീഴിലുള്ള വടയാപ്പറമ്പ് സെയിന്റ് മേരീസ് സിംഹാസന പള്ളിയിലെ വിശ്വാസികളുടെ ഒരു ഗതികേട് നിങ്ങൾ കാണുക. ആദ്യം ഈ സിംഹാസന പള്ളികൾ എന്താണെന്ന് നോക്കാം. മലങ്കര യാക്കോബായ സുറിയാനി സഭയിൽ പ്രാദേശിക ഭദ്രാസനങ്ങളുടെയോ കാതോലിക്കയുടെയോ ഭരണപരിധിയിൽ വരാതെ അന്ത്യോക്യ പാത്രിയാർക്കീസ് ബാവയുടെ നേരിട്ടുള്ള അധികാരത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ദേവാലയങ്ങളെയും സ്ഥാപനങ്ങളെയുമാണ് സിംഹാസന പള്ളികൾ എന്ന് വിളിക്കുന്നത്. അന്ത്യോക്യയുടെ ശ്ലൈഹിക സിംഹാസനത്തോടുള്ള നേരിട്ടുള്ള ആഭിമുഖ്യവും വിധേയത്വവും പ്രഖ്യാപിക്കുന്നതിനാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. ഈ പള്ളികൾ മലങ്കര സഭയുടെ പൊതുവായ ഭദ്രാസന വ്യവസ്ഥകൾക്ക് വെളിയിലാണ്. പാത്രിയാർക്കീസ് ബാവ നേരിട്ട് നിയമിക്കുന്ന ഒരു പാത്രിയർക്ക പ്രതിനിധിയുടെ ഭരണപരമായ മേൽനോട്ടത്തിലാണ് ഈ പള്ളികൾ പ്രവർത്തിക്കുന്നത്. യാക്കോബായ സുറിയാനി സഭയിലെ ആഭ്യന്തര തർക്കങ്ങൾ മൂലമോ സഭാക്കെ സംബന്ധമായ ഭരണനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലോ പാത്രിയാർക്കീസ് സിംഹാസനത്തോടുള്ള വിശ്വാസവും നേരിട്ടുള്ള ബന്ധവും മാറ്റമില്ലാതെ നിലനിർത്തുവാനാണ് ഇവ സ്ഥാപിക്കപ്പെട്ടത്. ദേറകളും വലിയ പള്ളികളും യാക്കോബായ സഭയുടെ ആത്മീയ കേന്ദ്രങ്ങളായ പ്രധാനപ്പെട്ട ചില ദേറകളും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളുമെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നു. അപ്രകാരമുള്ള ഒരു സിംഹാസന പള്ളിയാണ് വടയാപ്പറമ്പ് സെയിന്റ് മേരീസ് സിംഹാസന പള്ളി. 2026 ഏപ്രിൽ 14 തീയതി മലയാക്കുരിശ് സിംഹാസന പള്ളിയിലെ കാലമാടൻ എന്ന തലക്കെട്ടോടെ ITV ന്യൂസ് ഒരു വാർത്ത നൽകിയിരുന്നു. വടയാപ്പറമ്പ് ഇടവക്കാർ അവരുടെ മെത്രാനായ കുര്യാക്കോസ് ദിയസ്കോറോസിൽ നിന്നും മെത്രാന്റെ അടിമയായി കഴിയുന്ന കഴിഞ്ഞ 18 കൊല്ലം തുടർച്ചയായി ഇടവകയിൽ അട്ടിപ്പേർ കിടക്കുന്ന അടിവേരിറങ്ങിയ ബിബി എന്ന ജേക്കബ് ഏലിയാസ് മോളേൽ എന്ന ഇടവക വികാരിയിൽ നിന്നും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇടവകക്കാർ ITV ന്യൂസുമായി പങ്കുവച്ചതാണ് ഞങ്ങൾ ഇന്ന് നൽകിയത്. എന്നാൽ നാളിതുവരെയായി അവരുടെ പ്രശ്നം പരിഹരിക്കുകയോ ഇടവക ഭരണഘടനയനുസരിച്ച് പൊതുയോഗം വിളിച്ചു കൂട്ടുകയോ 18 കൊല്ലമായി വേരിറങ്ങിയ ഈ പാതിരിയെ മാറ്റുവാനോ സഭയ്ക്കോ മെത്രാനോ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ കാതോലിക്കയ്ക്ക് ഈ പള്ളികളിന്മേൽ യാതൊരു അധികാരവുമില്ല. മെത്രാനാകട്ടെ ആര് പറഞ്ഞാലും കേൾക്കുകയുമില്ല. പാത്രിയാർക്കീസ് ഈ കാര്യങ്ങളിലോട്ട് ഇടപെടുകയുമില്ല. സഹികെട്ട ഇടവക്കാർ ഭദ്രാസനത്തിന് പ്രതിമാസം കൊടുക്കേണ്ടുന്ന 30,000 രൂപ കപ്പം നിർത്തലാക്കി. തന്മൂലം ഇക്കഴിഞ്ഞ ദിവസം മാതാവിന്റെ പെരുന്നാളിനോടനുബന്ധിച്ച് ഇടവക വികാരി മെത്രാന്റെ നിർദ്ദേശപ്രകാരം പ്രദക്ഷിണം ഇറങ്ങുവാനും ശുശ്രൂഷകൾ നടത്തുവാനും സമ്മതിച്ചില്ല. വികാരി ജേക്കബ് ഏലിയാസ് മോളിൽ പെരുന്നാൾ ബഹിഷ്കരിച്ചതിനെ തുടർന്ന് ഇടവക്കാർ സന്ധ്യയ്ക്കും പെരുന്നാൾ ദിനം രാവിലെയും വികാരി ഇല്ലാതെ പ്രദക്ഷിണം നടത്തി മാതൃകയായി. മലയക്കുരിശിലിരിക്കുന്ന ദിയസ്കോറോസ് മെത്രാന്റെ അഹങ്കാരത്തിന് മുന്നിൽ അടിയറവ് പറയുകയില്ല എന്ന ഇടവക ജനങ്ങളുടെ ആ ദൃഢനിശ്ചയമാണ് ഇങ്ങനെയൊരു പ്രദക്ഷിണം നടത്തുവാൻ ഇടവക്കാരെ പ്രേരിപ്പിച്ചത്. ആദ്യം നമുക്ക് കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്ക് ഇടവക്കാർ നടത്തിയ ഇടവക വികാരി ഇല്ലാതെ നടത്തിയ ആ പ്രദക്ഷിണം കാണാം. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഇന്ന് രാവിലെ ഇടവക്കാർ വികാരി ഇല്ലാതെ നടത്തിയ ആ പ്രദക്ഷിണമാണ്.
13-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ 2,60,60,000 രൂപ കുടിശ്ശിക അടക്കമടച്ചാൽ പെരുന്നാൾ നടത്തിത്തരാം എന്നതായിരുന്നു മെത്രാന്റെ നിലപാട്. ഇടവക്കാർ മെത്രാനോട് വേറെ വല്ല പണിയും പോയി നോക്കാൻ പറഞ്ഞ് വൈദികൻ ഇല്ലാതെ പ്രദക്ഷിണം നടത്തി. കുരിശുപള്ളിയിലെത്തി വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് തിരികെ പള്ളിയിൽ പ്രവേശിച്ചു. ഇനി വടയാപ്പറമ്പ് സെയിന്റ് മേരീസ് ഇടവകയിൽ നിന്നും ജോൺ ജോസഫ് വിളിച്ചത് കേൾക്കുക. നമ്മുടെ ഓഗസ്റ്റ് 14-15 നമ്മുടെ പള്ളി മാതാവിന്റെ നാമത്തിലുള്ള പള്ളിയാണ്. ആ മാതാവിന്റെ നാമത്തിലുള്ള പള്ളിയിൽ ഓഗസ്റ്റ് 14-15 നമ്മൾ എല്ലാ വർഷവും പെരുന്നാൾ ആഘോഷിക്കുന്നതാണ്. ഈ വർഷവും പതിവ് പോലെ നമ്മൾ പെരുന്നാളിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ഏതാണ്ട് 140ഓളം ആളുകൾ പെരുന്നാളിന് ഷെയർ എടുത്തു. ഈ ഷെയർ എടുക്കുന്ന കാര്യവും എല്ലാം അച്ഛൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഷെയർ എടുത്തത്. അതായത് അച്ഛനെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ തീരുമാനങ്ങളെല്ലാം നടന്നത്. അതെ അതെ, അച്ഛൻ പള്ളിയുടെ പൊതുയോഗത്തിന്റെ തീരുമാനമനുസരിച്ചുള്ള നേരത്തെ കാലാകാലങ്ങളിൽ നമ്മൾ തുടർന്ന് വരുന്നതാണ് പെരുന്നാൾ. പൊതുയോഗത്തില് പെരുന്നാളിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിന്റെ ബഡ്ജറ്റ് വകയിരുത്തുകയും എല്ലാം ചെയ്താ. നമ്മൾ എല്ലാ വർഷവും തുടർന്ന് വരുന്ന മാനേജിംഗ് കമ്മിറ്റിയാണ് പെരുന്നാൾ നടത്തുന്നത്. അതെല്ലാം നിലവിലുള്ളതാണ്. അപ്പൊ ഇതില് ഈ പ്രാവശ്യം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ പള്ളിയിൽ 18 വർഷമായിട്ടാണ് ഈ അച്ഛനുണ്ട്. ഈ അച്ഛനെ ഒന്ന് മാറ്റണം എന്ന് ഞങ്ങൾ തിരുമേനിയുടെ അടുത്ത് ആവശ്യപ്പെട്ടു. അതായത് 18 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു പട്ടം കിട്ടിയ അന്ന് മുതൽ അയാൾ അവിടെ അയാളുടെ പട്ടം കിട്ടിയ അയാൾ ഇവിടെ വന്നാണ്. 18 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ തിരുമേനിയുടെ അടുത്ത് ആവശ്യപ്പെട്ടു ഈ അച്ഛനെ മാറ്റണം. കാരണം ഇവിടെ പള്ളിയിൽ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അച്ഛനെ അനുകൂലിക്കുന്ന കുറച്ച് ആൾക്കാരും അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഒക്കെ വരുന്ന ഇത് കണ്ടപ്പോ ഞങ്ങൾ അതെല്ലാ പള്ളികളിലും ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഗ്രൂപ്പ് ഉണ്ടാക്കുക. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അച്ഛനെ മാറ്റണം. സാധാരണ പള്ളികളിലെല്ലാം 3 വർഷം കൂടുമ്പോൾ അച്ഛനെ മാറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഇത് അനുകൂലം നമുക്ക് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എനിക്കല്ലപ്പോ ചിലപ്പോ അച്ഛൻ അങ്ങനെ നേർച്ച കാണും. അച്ഛന് കുട്ടിയുണ്ടായി, ആ കുട്ടിയെ അവിടുന്ന് ആ ഇടവക വികാരി ആയിരിക്കുമ്പോൾ തന്നെ വിവാഹം കൂടെ കഴിച്ച് അവന്റെ കൊച്ചിനെ കൂടെ കണ്ടിട്ട് അവിടുന്ന് പോകത്തുള്ളൂ എന്ന് വല്ല നേർച്ച കാണും ചിലപ്പോ. അതിനെ പറ്റിയിട്ട് നമുക്ക് എന്താ പറയാ. അപ്പം ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുള്ളൂ. ഞങ്ങൾ ഇടവക്കാർ ആവശ്യപ്പെടുന്നത് പള്ളിക്കൊരു പൊതുയോഗം വിളിക്കണം, പള്ളിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം. അതേപോലെ തന്നെ 18 വർഷമായിട്ടുള്ള ഈ അച്ഛനെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആളുകൾ ഇടവക യോഗത്തിലുള്ള 97% ആളുകൾ 97 പേര് എഴുതി കൊടുത്തായിരുന്നു. പള്ളിയുടെ ഭരണഘടന അനുസരിച്ച് പൊതുയോഗം വിളിക്കണം എന്നാവശ്യപ്പെട്ടു. അച്ഛൻ പൊതുയോഗം വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതേപോലെ പള്ളിയിലെ പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കണം എന്ന തിരുമേനിയോട് ആവശ്യപ്പെട്ടു. തിരുമേനിയും ഇടപെടുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും ഞങ്ങൾ തൽക്കാലം ഭദ്രാസനത്തിലേക്ക് അടയ്ക്കുന്ന പൈസ വേണ്ടെന്ന് വെച്ചു. 30,000 രൂപയാണ് ഞങ്ങൾ ഒരു മാസം അടയ്ക്കുന്നത്. 30,000 രൂപയിൽ അച്ഛന് ശമ്പളം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 23,000 രൂപ കൊടുക്കും. ബാക്കി 7,000 രൂപ തിരുമേനിയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ വർഷം നോക്കിയാൽ 84,000 രൂപയോളം തിരുമേനിക്ക് മാത്രമായിട്ട് ഞങ്ങൾ കപ്പം കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങോട്ട് ഒരു പ്രയോജനവും ഇല്ല. അതായത് തിരുമേനിക്ക് ആ ചെലവിനുള്ള പൈസ 7,000 രൂപ ഓരോ പള്ളിയിൽ നിന്നും കൊടുക്കുക ഓരോ മാസവും. തിരിച്ച് യാതൊരു ഇടവകക്കാരും കൊടുക്കുന്ന ഒരു അപേക്ഷയ്ക്കോ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിനോ ഇയാളെ കിട്ടത്തില്ല. ഇയാള് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ അനുവദിക്കില്ല. പ്രയർ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടേ ചെല്ലാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുക. എന്നിട്ടും അത് ഇവിടെ പാവപ്പെട്ടവൻ, ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരും പാവപ്പെട്ടവരും മാത്രമുള്ള അവർ കൊണ്ടുവന്നിരുന്ന പൈസ ഇവരുടെ ചെലവിന് വേണ്ടിയിട്ട് കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഞങ്ങൾ ഈ ഇടവകക്കാര് ഒരു അപേക്ഷ കൊടുത്തിട്ട് അത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴേ ഞങ്ങൾ മാനേജിംഗ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു. പൊതുയോഗം നടത്തി പുതിയ ഭരണസമിതി വന്ന് അവർ പൈസ അടയ്ക്കണം, അല്ലെങ്കിൽ അതുവരെ പൈസ അടയ്ക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ അച്ഛൻ പലവട്ടം പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ വേദനയോടെ പറയാണ്, എനിക്ക് ശമ്പളം കിട്ടുന്നില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇവിടെ ആളുകളുടെ വികാരം കൂട്ടാനായിട്ട് ശ്രമിച്ചായിരുന്നു. പക്ഷെ ആളുകൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, ആളുകൾ ആരും പ്രതികരിച്ചില്ല. അപ്പോൾ മെത്രാപ്പൊലീത്ത ഒരു സ്റ്റാൻഡ് എടുത്തു. ശനിയാഴ്ചകളിലും ദിവസങ്ങളിലും കുർബാനയില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസം നമ്മൾ കുർബാന ചെല്ലുന്ന ഒരു പതിവുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ. അപ്പോൾ ആ 3 ദിവസം എന്നുള്ളതും വെട്ടി കുറച്ചു. ഒരു ദിവസം മാത്രമേ കുർബാന ചെല്ലുള്ളൂ. അതേപോലെ തന്നെ ദിവസങ്ങളിലില്ല, കുർബാനയില്ല. അപ്പൊ എന്തായാലും പെരുന്നാളിനോടനുബന്ധിച്ച് ഞങ്ങൾ നോട്ടീസ് കൊടുത്തു. പെരുന്നാൾ നോട്ടീസ് അച്ഛൻ അംഗീകരിച്ചില്ല. അച്ഛൻ്റെതായ രീതിയിൽ ഒരു നോട്ടീസ് അങ്ങ് അനൗൺസ് ചെയ്തു. തലേദിവസം പെരുന്നാളിന് സന്ധ്യപ്രാർത്ഥനയോടുകൂടി പ്രദക്ഷിണം ഇറങ്ങി തിരിച്ചു വരേണ്ടതാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു സന്ധ്യപ്രാർത്ഥന മാത്രമേ ഉള്ളൂ, പ്രദക്ഷിണ ഇല്ല. അതേപോലെ തന്നെ പിറ്റേ ദിവസം 3 മേൽ കുർബാനയാണ്, 3 അച്ഛന്മാർ നിന്നിട്ടുള്ള കുർബാനയാണ് നമ്മുടെ പള്ളിയിൽ തുടർന്ന് വരുന്നത്. പെരുന്നാളിനും വിശേഷ ദിവസങ്ങളിലേക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യവും അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു. അത് അച്ഛന്മാരെ ക്ഷണിക്കേണ്ടത് വികാരിയാണ്. വികാരി പറഞ്ഞു ഇല്ല, ഒറ്റ കുർബാന, ഞാൻ മാത്രം കുർബാന ഇല്ലെന്നുള്ളൂ. പ്രദക്ഷിണ ഇല്ല. നേർച്ച സദ്യ ഞങ്ങൾ വരുന്ന എല്ലാവർക്കും ഫുഡ് ഞങ്ങൾ അറേഞ്ച് ചെയ്തായിരുന്നു. അതും അദ്ദേഹം വിളിച്ചു പറയുന്നില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥന കഴിഞ്ഞു. സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ ഉടനെ പള്ളിയിൽ വന്നിരിക്കുന്ന ആളുകൾ ഏതാണ്ട് 90% ആൾക്കാരും പ്രദക്ഷിണമായിട്ട് ഇറങ്ങി. സാധാരണ പ്രദക്ഷിണത്തിന് വികാരി അല്ലെങ്കിൽ അച്ഛന്മാര് അതിന് ഒക്കെ നിർത്തിയാണല്ലോ പോകുന്നത്. അങ്ങനൊന്നുമില്ല. ഇല്ല, ഒരു വികാരി ഒന്നുമില്ല. ജനങ്ങള് കൊടി കുരിശെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുരിശിൻ തൊട്ടിയിൽ പോയി അവിടെ പോയി ഞങ്ങൾ തന്നെ പ്രാർത്ഥിച്ചു.
ഞങ്ങൾ തിരിച്ച് പള്ളിയിൽ വന്നു. ഇന്നും അച്ഛൻ കുർബാന കഴിഞ്ഞു. അച്ഛൻ ഇപ്പോൾ കുർബാന കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ കൊടിയിറക്കുമെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന് കൊടിയിറക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. ഞങ്ങൾ അദ്ദേഹം ഇല്ലാതെ തന്നെ ഇന്ന് പ്രദക്ഷിണം നടത്തി തിരിച്ച് പള്ളിയിൽ വന്നു. അപ്പൊ ഈ രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഞങ്ങൾ, അതായത് ഈ സന്ധ്യയ്ക്ക് നടത്തിയ പ്രദക്ഷിണത്തിനും വൈദികനില്ലായിരുന്നു. രണ്ടാമത് പകല് നടത്തിയതിലും വൈദികനില്ല. ഇല്ല, ഒരു വൈദികനുമില്ല. ആത്മായ ജനങ്ങൾ മാത്രം. അതും 90% ആൾക്കാരും ഉണ്ട്. ഈ അച്ഛനെ മെത്രാനും പിന്തുണയ്ക്കുന്ന ചുരുക്കം കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഒഴികെ ബാക്കി എല്ലാവരും പ്രദക്ഷിണത്തിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ഞങ്ങളുടെ ബാബയാണേലും സമാധാനം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഇടവകയിൽ 130 പേരുള്ള ഇടവകയിൽ ഒരു സമാധാനം ഉണ്ടാക്കാൻ പറ്റാത്ത ഇവര് ഈ ഇത്രയും വലിയ ജനങ്ങളും ഉള്ള സഭയിൽ സമാധാനം ഉണ്ടാക്കണം? ഒരു വശത്ത് പള്ളികൾ പോകുന്നേ എന്ന് വിലപിക്കുന്നു, മറുവശത്ത് മെത്രാന്മാരുടെ വൈദികരുടെ ധാർഷ്ട്യം മൂലം ഉള്ള പള്ളികളും വിശ്വാസികളും കൈവിട്ടു പോകുന്നു. മെത്രാന്മാർ ധാർഷ്ട്യം കാണിച്ചു വൈദികരെ വിടാതെ ഇതുപോലെ പള്ളികളെ വിരട്ടിയാൽ ഞങ്ങളെ ബന്ധപ്പെടാൻ മടിക്കേണ്ട, ഞങ്ങൾ പാദ്രിമാരെ നൽകാം. കുർബാന കാണണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഏത് സഭകളിലുമുള്ള പള്ളികളാണെങ്കിലും ശരി, പറ്റിയ ആളുകളുണ്ട്. മനസ്സുമടുത്ത് കുപ്പായമൂരി സഭകൾ വിട്ടവരാണവർ. ഓരോ ഇടവകകളും എന്തുകൊണ്ട് അതാത് ഇടവകകളുടെ പേരിലാകണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. ഇടവക്കാർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇടവക നിങ്ങളുടെ ഇടവകയുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.